കഴിഞ്ഞ ദിവസമാണ് സെൻസർ ബോർഡ് സിഇഒ രവീന്ദർ ബക്കറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റി പകരം സ്മിതാവൽ ശർമ്മയെ കേന്ദ്ര സർക്കാർ സിഇഒ ആയി നിയമിച്ചത്. പെട്ടെന്നുണ്ടായ നടപടി വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഭൂരിഭാഗത്തിനും അറിയേണ്ടിയിരുന്നത് പെട്ടെന്നുണ്ടായ നടപടിക്ക് പിന്നിൽ എന്താണ് കാരണമെന്നായിരുന്നു. പ്രധാനമായും രണ്ട് ആരോപണങ്ങളാണ് രവീന്ദർ ബക്കറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിന്റെ കാരണമായി ചില വിഭാഗങ്ങൾ ഉന്നയിക്കുന്നത്. ഒന്നാമതായി, മാർക്ക് ആന്റണിയുടെ റിലീസിന് മുന്നോടിയായി നടൻ വിശാൽ സെൻസർ ബോർഡിനെതിരെ നടത്തിയ അഴിമതി ആരോപണമാണ്. മാർക്ക് ആന്റണി എന്ന ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് റിലീസ് ചെയ്യുന്നതിന് സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനായി മുംബൈയിലെ സെൻസർ ബോർഡ് ഓഫീസിൽ സമീപിച്ചപ്പോൾ 6.5 ലക്ഷം രൂപ കൈക്കൂലി നൽകേണ്ടി വന്നെന്നായിരുന്നു വിശാലിന്റെ പ്രധാന വെളിപ്പെടുത്തൽ. പണം കൈമാറിയതിന്റെ തെളിവുകൾ സഹിതമാണ് നടൻ എക്സിലൂടെ അഴിമതി ആരോപണം പുറം ലോകത്തെ അറിയിച്ചത്. സിനിമാ ലോകത്തെ ഒന്നടങ്കം കുലുക്കിയ സംഭവമായിരുന്നു ഈ അഴിമതി ആരോപണം. This is about the scam that has happened, that has transpired in Central Board of Film Certification in Mumbai with relation to my film. Account में 3.5 लाख और मिल गया मेरा सर्टिफिकेट और आज फिल्म मार्क एंटनी रिलीज हुआ. നടന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ കേന്ദ്ര വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും ആരോപണത്തിൽ CBI കേസെടുക്കുകയും ചെയ്തിരുന്നു. ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിലാണ് മുംബൈയിലെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി പ്രതികൾ ആദ്യം കൈക്കൂലി ആവശ്യപ്പെട്ടതെന്നും 2 പ്രതികളുടെ 2 ബാങ്ക് അക്കൗണ്ടുകളിലായി ഈ തുക വാങ്ങിയതായി തെളിവുകളുണ്ടെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് CBI കേസ് അന്ന് രജിസ്റ്റർ ചെയ്തത്. നടന്റെ ഗുരുതരമായ വെളിപ്പെടുത്തലിന് പിന്നാലെ സെൻസർ ബോർഡിനെതിരെ വ്യാപകമായ രീതിയിൽ പ്രതിഷേധമുയർന്നിരുന്നു. നാനാഭാഗത്തു നിന്നും വിമർശനങ്ങൾ രൂക്ഷമായതോടെ CBFC സിനിമകൾ സെൻസർ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുമ്പോൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ മാർഗനിർദ്ദേശം പുറത്തിറക്കുകയും ചെയ്തു. രണ്ടാമതായി, രൺബീർ കപൂർ നായകനായി എത്തിയ ഹിറ്റ് ചിത്രം അനിമലാണ്. വ്യാപകമായി വയലൻസ് പ്രൊമോട്ട് ചെയ്യുന്ന ചിത്രത്തിന് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകിയതുമായി ബന്ധപ്പെട്ട് സർക്കാരിലും വാർത്താവിനിമയ മന്ത്രാലയത്തിലും കടുത്ത എതിർപ്പ് നിലനിൽക്കുന്നുണ്ട്. സെൻസർഷിപ്പിന്റെ പല മാർഗനിർദ്ദേശങ്ങളും അനിമലിന് വേണ്ടി ലംഘിച്ചുവെന്നാണ് വിലയിരുത്തൽ. സർട്ടിഫിക്കറ്റ് നൽകിയിട്ടും അതിനപ്പുറമുള്ള പല രംഗങ്ങളും കട്ട് ചെയ്യാതിരുന്നത് രാജ്യത്തും INB മന്ത്രാലയത്തിനകത്തും ഇതിനോടകം വിവാദമായിട്ടുണ്ട്. ഇതിനു മുൻപ് അനിമൽ സിനിമയെ ചൊല്ലി സെൻസർ ബോർഡിനെതിരെ പാർലമെന്റിലും വിവാദം ഉടലെടുത്തിരുന്നു. സിനിമയിൽ ഇന്റിമേറ്റ് വയലൻസ് രംഗങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകിയെന്നും OTTയിൽ ചിത്രം റിലീസ് ചെയ്യുമ്പോൾ കുട്ടികൾ ഉൾപ്പെടെ കാണുമെന്നും സെൻസർ ബോർഡിന് ഇത്രയും ബോധമില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് MP അന്ന് പ്രശ്നമുണ്ടാക്കിയത്. പ്രധാനമായും ഈ 2 കാരണങ്ങളെ തുടർന്നാണ് രവീന്ദർ ബക്കറിനെ CEO സ്ഥാനത്ത് നിന്ന് മാറ്റിയതെന്നാണ് സൂചന. സംഭവത്തിൽ പെട്ടെന്നൊരു നടപടി ഉണ്ടായത് പുറത്തുനിന്നും മറ്റ് ഇടപെടലുകൾ ഉണ്ടാകേണ്ട എന്ന കാരണത്തെ മുൻനിർത്തിയാണെന്നും പരക്കെ പറച്ചിലുകളുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.